ഓർമ്മകളുടെ സൗപർണിക തീർത്ഥവുമായി മോഹൻലാൽ ഒരിക്കൽ കൂടി കുടജാദ്രിയിലെത്തി. കാനനപാതകൾ നടന്നു പിന്നിട്ട് തൊഴുതു പ്രാർത്ഥിച്ച് മടക്കം. ഇക്കഴിഞ്ഞ 16-നായിരുന്നു യാത്ര. മോഹൻലാലിന്റെ സുഹൃത്ത് ആർ രാമാനന്ദ് യാത്രയെ ഇങ്ങനെ വിശേഷിപ്പിക്കുന്നു: കാടിന്റെ അരുളും പൊരുളും വിസ്മയവും അനുഭവിച്ച് പ്രാർത്ഥനാപൂർവം അംബാവനത്തിന്റെ കാവൽക്കാരിക്ക് മുന്നിൽ കൈകൂപ്പി സുവർണൻ തപസ്സിരുന്ന ഗരുഡ ഗുഹ കണ്ട് സൗപർണിക എന്ന പുണ്യനദിയുടെ ആരവം കേട്ടുകൊണ്ടുള്ള യാത്ര. കാടുകയറി കുന്നുകയറി ഗണപതിയുടെ ഗുഹ താണ്ടി ദിവ്യസ്ഥാനത്തെത്താനുള്ള യാത്ര. വിളക്ക് കൊളുത്തി അവിൽ മലർ നിവേദ്യമർപ്പിച്ച് തേങ്ങയുടച്ച് വിഘ്നേശ്വരനെ തൊഴുത് പിന്നെയും മുകളിലേക്കുള്ള യാത്ര. ഒടുവിൽ സർവജ്ഞപീഠം. ഏകാന്തധ്യാനിയായ ആദിശങ്കരന് മുന്നിൽ വിളക്ക് കൊളുത്തി നിവേദ്യങ്ങൾ അർപ്പിച്ച് ധൂപാർച്ചനയും ചെയ്ത് കണ്ണുകളടച്ചു. ധ്യാന നിമിഷങ്ങളുടെ അവാച്യമായ അനുഭൂതിയുമായി മടക്കം. അപ്പോഴും 38 വർഷങ്ങൾക്ക് മുൻപ് നടത്തിയ ആദ്യ യാത്രയുടെ ഓർമ്മകളായിരുന്നു ലാലിൻ്റെ മനസ്സ് നിറയെ. അന്നു കണ്ടവർ, കൂടെ വന്നവർ, ഭക്ഷണം നൽകിയവർ, അവരെയെല്ലാം മായാതെ മറയാതെ ഓർമ്മയിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഈ മഹാനടൻ. CK വിജയൻ, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.